ഒരു 3 നില തറവാട് വീട്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗസ്റ്റുകൾ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വീട്, അതുപോലെ തന്നെ ആ മുറ്റത്ത് ചെറിയൊരമ്പലം, പരന്ന് കിടക്കുന്ന മുറ്റം, ഒരു തൊഴുത്ത്, കിണർ, അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് കുളം, നേരെ വീടിൻ്റെ മുൻവശത്തായിട്ട് പടർന്ന് കിടക്കുന്ന പാടം. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് മാറിയിട്ടും ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതാണ് ചേറ്റൂർ കളം. ചേറ്റൂർ കളത്തെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ വേങ്ങശ്ശേരി മുളഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചേറ്റൂർ കളം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ താമസം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്കൊരു പഴമ ഫീൽ ചെയ്യുന്ന, അതായത് ഇതൊരു 2-3 തലമുറ ജീവിച്ചൊരു തറവാടാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ കാര്യസ്ഥൻ രാധേട്ടനോട് ചോദിച്ചു നോക്കാം. നമ്മളെ മനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു പാടത്തിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ പാടത്തിൻ്റെ അക്കരെ ആയിട്ടാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് ഉള്ളൊരു വഴിയാണ്. ഞങ്ങളൊരു ഉച്ച സമയത്താണ് കേട്ടോ ഇവിടെ വന്നത്. നല്ല വെയിലാണ്, പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തറവാട് വീട് ഇവിടുന്ന് കാണുന്നുണ്ട്. ചുറ്റും പാടാണ് അല്ലേ സൂരജ? ഇവിടെ നമ്മൾ ഏതൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ലേ, ആ സ്ഥലമാണ്. ഏതാണ്? മിഴി 2 എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിലെ കുറച്ച് ഭാഗങ്ങൾ, ഒരു പാട്ടിൻ്റെ ഭാഗമൊക്കെ എടുത്തൊരു ഏരിയ ആണ് കേട്ടോ അവിടെ കാണുന്നത്. നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി കേട്ടോ. ഒരു ഈവനിങ് സമയം അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് സമയത്തൊക്കെ ആ മനയിൽ നിന്നും ആ തറവാട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പാടത്തിന് നടുവിൽ നിൽക്കുന്നൊരു മനസ്സിനുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തറവാട് വീട് ആ ഒരു പണ്ടത്തെ കാലത്ത് അവർ എത്രത്തോളം ഭംഗിയായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ എത്രത്തോളം സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു ആംബിയൻസിലാണ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം വേറെ ഒരു ശല്യങ്ങളും ഇല്ല അല്ലേ സൂരജ? ഇവിടെ അടുത്തൊക്കെ 2-3 വീടുകൾ, പിന്നെ ഇവരുടെ വീടാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന പ്രദേശം, ഈ കാണുന്ന മുഴുവൻ ഈ വേങ്ങശ്ശേരിയുടെ ഒരു ഭാഗം അല്ലേ, വേങ്ങശ്ശേരി മുളഞ്ഞൂരിൻ്റെ ഒരു ഭാഗം മൊത്തം ഈ ഒരു തറവാട് വീട്ടിലുള്ള ആൾക്കാരുടെ ആയിരുന്നു, ഇവരുടെ സ്വന്തമായിരുന്നു. അതൊക്കെ ഇപ്പം അങ്ങനെ ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു പ്രദേശം മാത്രമുള്ള അവരുടെ കയ്യിലുള്ളത്. രാധേട്ടോ, ഇതാണ് ചേറ്റൂർ കളം തറവാട്. ഈ ഒരു തറവാട്ടിൽ വന്ന മയിൽപ്പീലി ഇവിടെയുള്ള കാര്യസ്ഥൻ ശേഖരിച്ച് വെച്ചതാണ്. സൂരജ്, ഇവിടെ എപ്പോഴും പശുക്കളെ വളർത്തുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഇവിടെ ആരും താമസമല്ല, പക്ഷെ തൊഴുത്തിൽ പശുക്കളുണ്ടാവും. അതിന്റെ ഒരു റീസൺ എന്താ? അത് ഇവിടെ പണ്ടോട്ടെ വളർത്തുന്ന ഒരു കാര്യമാണ്. അതായത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇൻകം ഒരു സോഴ്സ് അല്ലെങ്കിൽ പറയണത് ഈ പശുക്കളായിരുന്നു. ഈ കണ്ടമുട്ടൻ, അതേപോലെ ഓരോ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകില്ലേ പണ്ടത്തെ കാള അങ്ങനെ പറഞ്ഞിട്ട്, അതേപോലെയുള്ള ഒരു മെയിൻ ഇൻകം ആയിരുന്നു ഈ പശു എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ഇൻകം അത് ഇപ്പോഴും പോവാതിരിക്കാൻ, അതായത് ഇവരുടെ ഐതിഹ്യമായിട്ടുള്ള ഒരു സാധനം ഇപ്പോഴും കെടാതിരിക്കാൻ, നമ്മൾ വിളക്കണയാതെ ഇരിക്കും എന്നൊക്കെ പറയില്ലേ, അണയാത്ത വിളക്ക് അങ്ങനെ പറയില്ല, അതേപോലത്തെ ഒരു ഐതിഹ്യത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ഇതാണ് ഈ പശുവിനെ വളർത്തുന്നത്. ഇവിടെ ആരും താമസിക്കണമെന്നില്ല, പക്ഷെ ഇവിടെ അത് വളർത്തണത് ഒരു നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും കാണിച്ചു തരാം. പണ്ടത്തെ നമ്മളിങ്ങനെ നെല്ലിങ്ങനെ കുത്തി വിളക്കാൻ കൊണ്ട് ഇരിക്കുന്ന സാധനമില്ലേ, അതാണ് ഇത്. പിന്നെ ഇപ്പുറത്തെ പറയുന്നത് ഏറ്റവും വലിയ അമ്മിക്കല്ല്. കാരണം ഇവിടെ നിറയെ കുടുംബങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും കൂടി ചെറിയൊരു അമ്മിക്കല്ല് അരച്ചാൽ താങ്ങൂലല്ലോ. അപ്പോൾ വലിയൊരു അമ്മിക്കല്ല് ഇങ്ങനെ അരച്ചുള്ള സാധനമാണ് ഇത്. അതിൻ്റെ ഇതാ നാട്ടുകല്ല്, അതിൻ്റെ ഓക്കെ. അത് ഉപയോഗിക്കുന്ന സാധനം ഇതുകൊണ്ട് ഈ വലിയ അമ്മിക്കല്ലാണ് കേട്ടോ. അപ്പോൾ വലിയ കുടുംബമായതുകൊണ്ട് തന്നെ ഈ അമ്മിയുടെ വലിപ്പം അതിനനുസരിച്ച് കൂടും. ഫാമിലി ബിഗ് അതിനനുസരിച്ച് നമുക്ക് എല്ലാവരും ബിഗ് ആക്കണ്ടേ, നമുക്ക് അത്രയും പ്രയത്നം കുറഞ്ഞു കിട്ടുമല്ലോ ഇങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. ചാവി നമ്മുടെ കാര്യസ്ഥ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഏത് ചാവിയാന്ന് അറിയില്ല. കറക്റ്റായില്ലേ? തുറന്നുണ്ട് കേട്ടോ. ചാവി എടുത്തു. ഫുള്ള് നെല്ലാണല്ലേ? നെല്ല് താഴെ അവിടെ പാടത്തുള്ള നെല്ലില്ലേ? എലീൻ്റെ പണിയായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ തറവാട് വീടിൻ്റെ ഉൾവശം കേട്ടോ. ഇതൊക്കെ റൂമാട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടോ, ഒരു പഴയ കാല ഫാനാണ്, ഒരുപാട് വർഷം പഴക്കമുണ്ടാവും. ഇതിനുള്ളിലൊക്കെ ഒരുപാട് ചെയർ, കട്ടിൽ, അതുപോലുള്ള സംഭവങ്ങളൊക്കെ അവർ ഓൾഡ് ആയതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മേൽഭാഗം കണ്ടില്ലേ, മേൽഭാഗം
ഇത് ഫുള്ള് മരമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്, ചൂടേ ഇല്ല അല്ലേ സൂരജ്? ഉള്ളിൽ ചൂടില്ല, ഭയങ്കര തണുപ്പാണ്. ഇനി ഇതുകള് ഈ ബുക്കിന് എങ്ങനെ ഒരു 30-40 വർഷം പഴക്കണ്ടാവും. ഒരുപാട് വർഷം മുമ്പ് ഒരു ഫാം നടത്തിയിരുന്ന പോലെ ഫാമിനെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. കോഴി ഫാം, പോൾട്രി ഫാം. ഓക്കെ. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നല്ല പഠിച്ചിരുന്ന ആളുകളാണ്. ഇവരെല്ലാം ഗുജറാത്ത് അങ്ങനെ ഉള്ള പണ്ടത്തെ ആൾക്കാർ പറഞ്ഞെങ്കിൽ അവിടേക്കാണല്ലോ മെയിനായിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അവിടെ ഉണ്ടാവും. മുംബൈ, ഗുജറാത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ പഠിച്ച് പിന്നെ വർക്കിന് അങ്ങനെ പോയി. ഇവിടെ പിന്നെ ആരുമില്ലാണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോറൊന്ന് ഓപ്പൺ ആക്കട്ടോ. മാറാല പിടിച്ചിട്ട് കിടക്കുന്നുണ്ട്, ഒരുപാട് ഓൾഡാണ്. ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഉള്ളിൽ കയറാൻ. കണ്ടോ ഇവിടെ എൻ്റെ കട്ടിൽ, ഇത് ഇത്ര ഹൈറ്റ് ഉള്ളൂ കേട്ടോ, ഇത്ര ഹൈറ്റ് ഉള്ളൂ കുറച്ചുള്ളിൽ. ഇത് കണ്ടോ അവരുടെ ഒരു പഴയ ഇവിടുത്തെ ആളുടെ ഒരു പിക്ചറാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള ഫോട്ടോ ഉണ്ട് അതൊക്കെ. എനിക്ക് ഇവിടെ തീരെ ലൈറ്റ് ഇല്ല, കറണ്ട് കാര്യങ്ങൾ പാത്രം അതെ പാത്രങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ. ഇതൊക്കെ നിങ്ങളിവിടെ നേരിട്ടൊന്ന് കാണുമ്പോൾ ഇതിനേക്കാളും കൂടുതലും ഞങ്ങൾക്കിതൊരു ഭയങ്കര ക്യൂരിയോസിറ്റി. ഇവിടെയുള്ള ആളുകളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണുമ്പോൾ അവിടെ വിവേകാനന്ദൻ്റെ ഒരു പഴയൊരു പിക്ചറൊക്കെ ഉണ്ട്. ഇനി ഇതുവരെ നമ്മളിതാണ്ടോ ഇവിടെ ഇതിൻ്റെ ഹോളിൽ നിന്ന് കറക്റ്റായിട്ട് മേലേക്കുള്ള വഴിയാണ്. ശ്രദ്ധിച്ച് നടക്കുക. നേരെ നടന്നില്ലെങ്കിൽ തല പൊട്ടും. അതെ, ഇത്ര ഹൈറ്റ് ഉള്ളൂ കേട്ടോ, കുറച്ച് ഹൈറ്റ് ഉള്ളൂ. ഇവിടെ റൂമുണ്ട്, ഇപ്പം നമ്മൾക്ക് നടക്കാം. പണ്ടത്തെ ടൈപ്പ് ഒരു ബാത്റൂം, ഒരു അവരുടെ ഒരു ചെറിയൊരു ആർട്ട്. ഇത് മരമാണ് കേട്ടോ, മരത്തിലുണ്ടാക്കിയൊരു ആർട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവങ്ങളായിട്ട് കാണിച്ചത്. ഒരുപാട് കാലമായിട്ട് വീട് ഉപയോഗിക്കുന്നില്ല. ഇതൊരു പഴയകാല ബാത്റൂം കേട്ടോ. ഇവിടെ ഇത്രയും ഹൈറ്റിലായിട്ടാണ് ടോയ്ലറ്റ് ഉള്ളത്. ഇതിൻ്റെ ഒരു ജനാലയുടെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ മരം ഇവിടേക്ക് വെളിച്ചം വരും. കാരണം ഈ മരം ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, താഴെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നടുവും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗ്യാപ്പിലാണ് ഇത് ഈ ജനൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചം വരും. എന്നാൽ നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണുകയും ചെയ്യില്ല. മരമാണ്, ഫുള്ള് മരമാണ്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതാ ഇങ്ങോട്ട് ഒരു കോലായി ഉണ്ടോ, ഇത്രയും ഇതുണ്ട് കേട്ടോ, നീളമുണ്ട് കോലായിക്ക്. ഇവിടെ ഉള്ള ഞങ്ങൾക്കറിയില്ല, മേ ബി ഇനി നിങ്ങൾക്ക് അറിയുന്ന ആരല്ലോ എന്ന് അറിയില്ല. ഇത് പഴയകാല ഫോട്ടോസാണ് ഇവരുടെ. അല്ല ഇവരുടെയൊക്കെ ഫോട്ടോസുകൾ. ഇത് ഇവിടുത്തെ മേ ബി ഇതൊരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് ഇതിൽ. സോറി, കൽക്കട്ട ആണോ? കൽക്കട്ടയിൽ നിന്ന്, ഇത് കൽക്കട്ടയിൽ നിന്ന് എടുത്ത് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഫോട്ടോ വന്നിട്ടുണ്ട് അല്ലേ? ഫോട്ടോ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആട്ടതാ. ഇത് വേറൊരു, ഐ തിങ്ക് ഇതൊരു ടോയ്ലറ്റ് ആണ് തോന്നുന്നു അല്ലേ? ഇതും ഒരു ടോയ്ലറ്റാണ് തോന്നുന്നുണ്ട് ഇവിടെ. ഇത് ഇങ്ങോട്ട് തട്ടുംപുറം അല്ലേ? തട്ടുംപുറമുണ്ട്. ഒരു പഴയ വീട് കാണാത്ത ആളുകൾക്കുള്ളതാണ് കേട്ടോ. പഴയ വീടൊന്നും കാണാത്ത ആളുകൾക്ക് കാണട്ടെ അല്ലേ? എല്ലാവരും കാണട്ടെ. പഴയ ഇതൊക്കെയാണ് അറിയപ്പെടാത്ത വീട് എന്നും കൂടി പറയാം. ഇതൊക്കെ ഭയങ്കര അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ലക്ഷറിയാണിത്. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ലക്ഷറി. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മരം. ഇപ്പോഴും ഇതൊക്കെ ഒരു 3 തലമുറ ജീവിച്ച വീടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിൻ്റെയൊക്കെ മരത്തിൻ്റെ ക്വാളിറ്റി ഇപ്പോഴും പക്ക, ചെതല് ഒന്നും പിടിച്ചിട്ടില്ല. അത്രയും ക്വാളിറ്റിയുള്ള മരങ്ങളാണ്. നല്ല തേക്കുകൊണ്ടും ഇതുകൊണ്ടൊക്കെ ഉള്ള മരങ്ങളായിരിക്കും കേട്ടോ. ഇവിടെയുള്ള ഓരോ മേശയും കസാരയും ഒക്കെ ക്വാളിറ്റി ആയിട്ട്. ഞങ്ങൾ ഇവരുടെ ഒരു മുറിയിൽ വെക്കുന്ന സംഭവമാണ് ഇത്. മേ ബി അവരുടെ ഇത് ചിരട്ടയാട്ടോ. ചിരട്ടയുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ചിരട്ടയുണ്ട്, പിന്നെ അതിൻ്റെ പുറത്ത് ആർട്ടൊക്കെ ചെയ്തിട്ട് ഉള്ളൊരു സംഭവം. എന്തെങ്കിലുമൊക്കെ അതിനൊരു 10-40 വർഷത്തിന് പഴക്കമുണ്ടോ, അതിൻ്റെ മുകളിൽ പഴക്കമുണ്ടോ ഈ സാധനത്തിനും? ഇത് ക്ലിയറിൽ കാണിച്ചു കൊടുത്തല്ലോ. ഇതിൻ്റെ ഉൾവശം വരുന്നത് നമ്മുടെ സാധാ ചിരട്ടയാണ്. അതിൻ്റെ പുറത്താണ് പോളിഷ് ചെയ്തിട്ട് നല്ല അതിനൊരു കപ്പൊക്കെ മരമായിരിക്കും. ഇത് മരത്തിലൊരു കപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടോ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ? കുങ്കുമം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചതായിരിക്കാം. ഇവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു ഫാമിലി ഫോട്ടോ ആണ് കണ്ടോ. ഇത് ഇവരുടെ ഒരു ഫാമിലിയാണ്, പ്രമാണികളിൽ പ്രമാണി. അതെ, ഇവിടെ ഈ ഒരു
ഈ ഒരു സ്ഥലം മൊത്തം ഭരിച്ചിരുന്ന ആളുകൾ അല്ലേ, അവരുടെ അങ്ങനെ തന്നെ പറയാം. കാരണം ഈ ഒരു പ്രദേശം മൊത്തം അവരുടെ, ഈ വേങ്ങശ്ശേരി, വളഞ്ഞൂര്, എല്ലാം ഒരു വലിയൊരു സാമ്രാജ്യം. ഈ ഒരു നാട്ടിൻ പുറത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ഥലം ഇവരുടേതായിരുന്നു എന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അവരുടെ ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഈ കട്ടിലൊക്കെ കണ്ടോ, ഈ കട്ടിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നതൊക്കെ. തറവാട് വീട്ടിലുണ്ടാകുന്ന കട്ടിലുണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി, അത്യാവശ്യമല്ല നല്ല ക്വാളിറ്റി, അങ്ങനെ തന്നെ പറയാം, നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ മരത്തിൻ്റെ കട്ടിൽ. ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ, ഭംഗി അല്ലേ, നല്ല ഭംഗിയുള്ള കട്ടില്. ഇതിൽ ഈ റൂമിന് ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് എന്താണ്, ശ്രീകൃഷ്ണൻ്റെ ചെറിയൊരു മരത്തിൽ, അതിൻ്റെ ഉള്ളിലൊരു കണ്ണാടി, അതിൻ്റെ ഉള്ളിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ട് നല്ല ഭംഗിയിൽ. ഇതൊക്കെ ഇവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പുറത്തെടുക്കാം. പഴയ മെത്ത അല്ലേ, പഴയ മെത്തൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിലിപ്പോൾ ഇവിടുന്ന് വ്യൂ കേട്ടോ, മേലെന്ന് താഴേക്ക് നോക്കാനുള്ളൊരു വ്യൂ കണ്ടോ, കണ്ടത് മൊത്തം ജനലാണ്. 3 ജനൽ വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ഇത് നമ്മൾ ഫോണിൽ കാണുമ്പോൾ അത്രത്തോളം നമുക്ക് മനസ്സിലാവണമെന്നില്ല. ശിവനും പാർവതിയും ഇവിടുന്ന് എല്ലായിടത്തുനിന്നും എല്ലാ സ്ഥലത്തുനിന്നും നല്ല ആക്സസ് ആണ്. എല്ലായിടത്തും പുറത്ത് ആര് വന്നാലും നമുക്ക് അറിയാൻ കഴിയും. അതായത് എല്ലാ സ്ഥലത്തും ആക്സസ് ആണ്. ഒരു ഭാഗത്തല്ല ജനലിൽ, എല്ലാ ഭാഗത്തും ജനലിൽ. നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ടേ നമ്മളെ രാധേട്ടനോട്, ഇവിടെ ആദ്യം ക്ലിയർ ഉണ്ടല്ലോ അല്ലേ, നമ്മളെ രാധേട്ടനോട് നമുക്ക് ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ എത്ര തലമുറ ജീവിച്ചു, പിന്നെ അവരുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ഞാൻ പ്രധാനപ്പെട്ടത് വരാൻ കാരണം, ഇവിടെ ലാസ്റ്റ് താമസിച്ച് കുമാരിയമ്മയാണല്ലോ അല്ലേ, കുമാരിയമ്മയാണ് താമസിച്ച്. അവരെ കുറിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് സൂരജ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് ഇത് വീഡിയോ എടുക്കണം, നിർബന്ധമായിട്ട് വീഡിയോ എടുക്കണം, ഇത് ആളുകൾ അറിയണം. അപ്പോൾ അവരൊക്കെ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഫ്രീ ആയിട്ട് ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളെ സാറ്റിസ്ഫൈഡ് ആക്കിയുള്ള ഒരു ഫാമിലിയാണിത്. ആ ഫാമിലിനെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലല്ലേ സൂരജ്? അപ്പോൾ എല്ലാവരും അറിയണം, അവർ ഇങ്ങനെയും ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഇത്രയും ഇവർ അത്യാവശ്യം വലിയ പോപ്പുലർ അല്ല നമ്മളെ ഇതിൻ്റെ ഇടയിൽ, പക്ഷേ ഈ നാട്ടിലും പിന്നെ ഇവർ അറിയപ്പെടുന്നതിൻ്റെ ഇടയിൽ ഇവർ ഭയങ്കര പോപ്പുലറാണ്. നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ. അതായത് ഈ മുറ്റം ഇങ്ങനെ പരന്ന് കിടക്കുക, നല്ല രസമുള്ള മുറ്റം. ഇതിപ്പോൾ അവർക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ഇതാണ്. ഇവിടെ കണ്ട, ഇവിടെ ഇരുന്നിട്ട് ഇവിടുന്ന് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു അല്ലേ ഒരു സജ്ജീകരണമായിട്ട്. പണ്ടത്തെ സിനിമകളിലേക്കാണല്ലോ ഇങ്ങനെ കസേര നടുവിലിട്ടിട്ട്. ഇവിടെ അടുത്തായിട്ട് നമ്മളെ മിഴിരണ്ടിലും എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ കുറച്ചപ്പുറത്താണ് ഈ വീടിൻ്റെ കുളം ഉള്ളത്. അപ്പോൾ അവിടെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും കാവ്യമാധവനൊക്കെ വന്നിട്ട് ഇവർ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, സിനിമാ നടന്മാർക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട് പൊതുവെ. ഇങ്ങനെ പോകും പഴയ ആ ഒരു അവരുടെ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഇത് ഷൂട്ടിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തേക്ക് അവർക്ക് എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ട് സിനിമാക്കാർക്ക്. അതൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന ഒരു ആളാണ് കുമാരിയമ്മ. നമുക്ക് കുമാരിയമ്മയെ കുറിച്ചിട്ട് നമ്മളെ കാര്യസ്ഥൻ രാധേട്ടനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ എനിക്ക് കുമാരിയമ്മയുടെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭരണമല്ല, ഒരു പ്രദേശം മൊത്തം അവരുടെ ആയിരുന്നു. നമ്മുടെ രാധേട്ടൻ ഈ ചേറ്റൂർ കളത്തിൻ്റെ കാര്യസ്ഥനാണ്. രാധേട്ടൻ എത്ര വർഷമായി ഇവിടെ? ഞാൻ 40 വർഷമായി അല്ലേ? ഇവിടെ അവസാനമായിട്ട് താമസിച്ചത് കുമാരിയമ്മയാണോ? കുമാരിയമ്മയാണല്ലേ. ആ ഉള്ളിൽ കാണുന്ന ഫസ്റ്റ് പിക്ചർ കുമാരമ്മയുടെ ആണോ റൂമിലുള്ളത്? അല്ലല്ലോ. അപ്പോൾ അവർ ഇവിടുന്ന് പോയതിന് ശേഷം ഫാമിലി ഒന്നും ഇവിടെ താമസിച്ചിട്ടില്ല? ഇല്ല അല്ലേ. ഇപ്പോൾ അവരൊക്കെ ഇവരുടെ ഫാമിലിയൊക്കെ എവിടെ, കുടുംബമൊക്കെ? ഒറ്റപ്പാലത്ത് ഉണ്ടല്ലേ. ഇത് അമ്പലമാണല്ലേ ഇവിടെ വരുന്നത്? അമ്പലമാണ്. അപ്പുറത്ത് കുട്ടിച്ചാത്തിൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടല്ലോ അവിടെ. ഇവിടെ ഈ ശരിക്കും ഇത് മനയാണോ അതോ കളാണോ വരുന്നത്? കളന്ന് പറയുന്നത് കളാണിത്. ഇങ്ങനെയുള്ള വീടുകൾക്കാണ് നമ്മൾ കളം എന്ന് പറയാം അല്ലേ. ഈ മന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വരിക്കശ്ശേരി മന പോലത്തെ മന എന്ന് പറയാൻ കാരണം? മന പറയുന്നത് അത് ഈ നമ്പൂരിമറ്റേ നാലുഘട്ടത്തിലും വലിയ ഇതാവും, മന പറയുന്നത്. അതാണ് മന. ഇത് കുടുംബങ്ങൾ ഇങ്ങനെ താമസിക്കുന്നത് കളം. പിന്നെ ഈ വേറെ തറവാട് അങ്ങനെയൊക്കെ പറയൂല്ലേ. ഇതൊക്കെ കളാണ്. ഈ ഒരു കളത്തിൽ എല്ലാ സൗകര്യങ്ങളും വേണം അല്ലേ. കിണർ, കുളം, അമ്പലം, തൊഴുത്ത് എല്ലാതും വേണമല്ലേ.
അതുകൊണ്ടാണ് നമ്മൾ കളഞ്ഞത്. പിന്നെ ഇവിടെ ഇവർ ശരിക്കും താമസിച്ചിരുന്നത് ഇവിടെയാണോ അതോ അപ്പുറത്താണോ? അത് കുമാരിയമ്മ അതില് ഇതിലാണ് കുമാരമ. അപ്പൊ അതാണ് നമ്മൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് അല്ലേ? ആരെങ്കിലൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ പുറത്തുനിന്ന് ആരെങ്കിലും വരും, കുടുംബക്കാരനെ വരുമ്പോൾ അവിടെ താമസിക്കും അല്ലേ? കുമാരമ്മ താമസിച്ചത് ഇവിടെയാണ്. ഇപ്പോൾ ഈ ഒരു 30 ഉണ്ടായതാ. ഓയിലില്ല കുറേ പറമ്പുണ്ടാവുള്ളേ. പിന്നെ അന്ന് പൂട്ടണ കന്നുകളുണ്ടാവും. അന്ന് വണ്ടിയൊന്നും ഇല്ലല്ലോ, ഒരുപാട് കൃഷിയല്ലേ. അപ്പോൾ കുറേ പണിക്കാരുണ്ട്, 10 പണിക്കാരുള്ളതാണ്. അപ്പോൾ തൊഴുത്തത് ഒന്നല്ല, കുറേ 3 തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു, പൊളിച്ച് കളഞ്ഞാ. 3 തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മേൽഭാഗത്തൊരു തൊഴുത്ത് കണ്ടു, അത് അവിടെ തൊഴുത്താണ്? തൊഴുത്തല്ല, അവിടെ ദപ്പറൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കളഞ്ഞതാ. അത്രയും കന്നുണ്ടായിരുന്നു, കുറെ കന്നുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മുറ്റം ഇത് പണിക്ക് തന്നെ ഉച്ചവരെക്കും പണി ഉണ്ടാവില്ല ഇവിടെ? മുറ്റടിക്കാനും ഒരാളുണ്ടാവും. അവർക്ക് ഉച്ചവരെ അവരുടെ പണിയാ, മുറ്റം ക്ലീൻ ചെയ്യാ. പുല്ലൊന്നും ഉണ്ടായില്ല, അത് നല്ല വൃത്തിയിലാണ് അവർ താമസിക്കുന്ന സമയത്ത്. അതിലൊക്കെ മണ്ണും കൊണ്ട് തേക്കും ഈ സമയത്ത്. മണ്ണുകൊണ്ട് തേക്കൂല്ലേ? തിരുവാതിര അല്ലേ ഉള്ളത്. സൂരജ്, ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് യഥാർത്ഥത്തിൽ ഒരു ഫാമിലി ജീവിക്കുമ്പോൾ, ഒരു ഹിന്ദു ഫാമിലി ജീവിക്കുമ്പോൾ അതിൻ്റെ എല്ലാതും അല്ലേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിതം. അതെ, അവിടെ അന്ന് പറഞ്ഞാൽ കറണ്ടൊന്നും ഇല്ല. കറണ്ട് ഇപ്പോൾ ഒരു 10-20 വർഷമൊക്കെ ആയിട്ടുള്ളൂ കറണ്ട് ഇതിലേക്ക് എടുത്തിട്ട്. ഇപ്പോൾ 20 വർഷമായിട്ട്, 200 വർഷമുള്ള പഴക്കമുള്ള തറവാട്ടിൽ 20 വർഷമായിട്ട് കറണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പൊക്കെ വിളക്കുകളും വിളക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. പിന്നെ നമ്മളെ ഇപ്പോഴുള്ള പോലെ ജനുവരി ഫെബ്രുവരി മാസം അല്ല ഉണ്ടെന്ന്, കുംഭം മീനം അല്ലേ, കർക്കിടകം, അങ്ങനെ ആ ഒരു പാടത്ത് നോക്കിയാൽ നമുക്ക് ഏതാ മാസം, നമുക്ക് ഇപ്പോൾ ഇവര് അവിടെ ഏതാ മാസം നമ്മൾ കലണ്ടർ നോക്കിയാൽ അല്ലെങ്കിൽ ഫോൺ നോക്കിയാലാണ് ഇപ്പോൾ അറിയാം. പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ വിളവെടുക്കുന്ന മാസം ഏതാ, അങ്ങനെ. ഇപ്പം എനിക്ക് ചോദിച്ചാൽ അതൊക്കെ ഏതാ അറിയില്ല, പണ്ടത്തെ ആൾക്കാരുടെ കാര്യം പറയുന്നത്. അപ്പോൾ അവിടെ ഏതാ മാസം നോക്കിയാൽ അറിയാം, അങ്ങനെയാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഫോൺ നോക്കിയിട്ടാണ് നമ്മൾ ഏതാ മാസം ഏതാ ദിവസം. ഇപ്പം മീന ഇടവെന്ന് പറഞ്ഞാൽ ആർക്കും അറിയുമെന്ന് അറിയില്ല. മേ ബി ചിലവർക്ക് അറിയാം, പറയാന്നറിയാണ്ട് ഏതാ മാസം ചോദിച്ചാൽ അറിയില്ല. ഇപ്പോ രാജേട്ടന് വശം ഉണ്ടാവില്ല. ഇപ്പൊ ഏതാണ് ഇപ്പൊ ഈ മാസം ഏതാണ്? ഈ മാസം മലയാള മാസം ഏതാണ്? മലയാളം ധനുമാസമായില്ലേ, 1-ാം തീയതി. അവിടെ ഒരു അമ്പലമുണ്ട്. അതായത് ഇവർക്ക് ഇപ്പോൾ ഇവിടെ ഒരു അമ്പലം, അവിടെ ഒരു കുട്ടിച്ചാത്തൻ, പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതിൽ എല്ലാ മാസവും പൂജ നടക്കുന്നുണ്ട്, വിളക്ക് കൊളുത്തി പൂജ. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞാൽ അവിടെ വിളക്ക് വെക്കുന്നുണ്ടാവും. മേ ബി ഇയാൾ തന്നെയാണ് മിക്കവാറും വെക്കാറ്. അപ്പോൾ ഈ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞാൽ എല്ലാം വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുകയാണ്, ഫുൾ അർപ്പിക്കുകയാണ്, ദൈവം 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 ദൈവം. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ നല്ല വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടത്തെ തറവാടികൾ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു കുടുംബക്ഷേത്രം മസ്റ്റാണ്. ഇവിടെ പറഞ്ഞാൽ അതിനെന്താ പറയുക, ഇവർ മീനിറച്ചിയൊന്നും കഴിക്കില്ല. ഇവർ ഇപ്പോൾ 2-3 ഒന്നിന് 20 വയസ്സൊക്കെ കഴിഞ്ഞ നല്ല ആരോഗ്യമാണ്. അവിടെ കെട്ടിയുണ്ട് പുറത്താ, ഈ വശമല്ല ഇതല്ല, അവിടെ തലക്കില്ല. അത് പറഞ്ഞാൽ നല്ല ആരോഗ്യമാണ്. ഇപ്പോൾ പ്രസവിച്ചില്ല കാരണം ഞാൻ തന്നെ വിടാൻ പറ്റുള്ളൂ. ഇപ്പോൾ മൂക്കൊന്നും ഒരിക്കൽ കുത്തി, ഞാൻ കുത്തണമെങ്കിൽ പണിയാണ്, അത് പിടിച്ച് ഒതുക്കണമെങ്കിലേ. അതിനെ 20 വയസ്സ് കഴിഞ്ഞിട്ട് നല്ല ഇതാണ്, ഓടിയാ പിടിച്ചാൽ പറ്റില്ല. ചേറ്റൂർ കാലത്തു നിന്നേ തറവാട്ടിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ നേരെ ഓപ്പോസിറ്റ് പാടാണെന്നുള്ളത്. തറവാട് വീട് കാണുന്നു. വീട്ടിൽ നിന്ന് നമ്മളിതാ ഈ ചെറിയൊരു ഇടവഴിയിൽ പാടത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അല്ലേ നോയ്സ് ഒഴിവാക്കിയിട്ടേ, അല്ല ഈ നോയ്സ് ഇനി പുറത്തുള്ള കിളികളുടെ സൗണ്ടൊക്കെ ഇതിലേക്ക് പിടിക്കട്ടെ. ഇപ്പോൾ പുറത്തുള്ള നോയ്സൊക്കെ കയറും. സൈലൻ്റായി നിന്നോ. എല്ലാ സൈഡിൽ നിന്ന് കിളികളുടെ ഒച്ചയാണ്, എല്ലാ സൈഡിൽ നിന്നും അല്ലേ? രാവിലെ കഴിഞ്ഞാൽ മയിലിങ്ങനെ ശബ്ദം ഉണ്ടാക്കൂലേ, അതൊക്കെ കേൾക്കും. അതൊക്കെ കേൾക്കാൻ അടിപൊളിയാണ്. കുറേ മയിലുണ്ടല്ലേ, അപ്പോൾ ഫുള്ള് കാടല്ലേ. ഇതിൻ്റെ ഉള്ളിലൊക്കെ മുട്ടയിടാം, അവിടെ ഫുള്ള് റബ്ബർ തൊടിയിടാം, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ മുട്ടയിടാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പുറത്തേക്കായിട്ട് ടോയ്ലറ്റിൻ്റെ ഒരു ഭാഗം നിൽക്കുന്നുണ്ട് പറഞ്ഞേ, നടക്ക്. ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്തെ ഒരു ടോയ്ലറ്റാണ്. ഇപ്പോഴത്തെ എത്ര പേര് എങ്ങനെ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. പണ്ടത്തെ കാലത്തെ ഒരു ടോയ്ലറ്റാണ്.
ഇതൊക്കെ നെല്ല് വരെ തുടങ്ങി. കതിരിടാൻ തുടങ്ങിയില്ലേ? കതിരിടാൻ തുടങ്ങി. കുറ്റ പണ്ടത്തെ ഇതൊരു ടോയ്ലറ്റാണ് സംഭവം. ഇപ്പോൾ ഒരു ടോയ്ലറ്റാണ് കേട്ടോ. അതായത് ഇതിൽ ഒരു ടോയ്ലറ്റ് എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? ഇത് മനയുടെ ഒരു ടോയ്ലറ്റാണ്. ആ ടോയ്ലറ്റിൽ നിന്ന് അതിൻ്റെ വേസ്റ്റ് ഔട്ട് ചെയ്യാനുള്ളൊരു കല്ല് കൊണ്ട് ഉണ്ടാക്കിയൊരു അല്ലേ ഔട്ടറാണ് കേട്ടോ. നേരെ ഇതിവിടേക്കാണ് ഇത് ഔട്ട് ചെയ്യുക. അങ്ങനത്തെ സെറ്റപ്പ് വന്നിട്ടില്ലല്ലോ. അതെ അതെ, പണ്ട് അങ്ങനത്തെ ഒരു ഇതില്ല, സെറ്റപ്പ് ഇല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയൊരു ടോയ്ലറ്റാണ്. നമ്മളെ മന ഉണ്ട് അവിടെ നിന്ന് കാണുന്നത്. അതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്നായിട്ട് ഇപ്പോൾ പാടത്തിൻ്റെ നടുക്കായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ വ്യൂ ആണ് കേട്ടോ. അത് ഫുള്ള് അവരുടെ സ്ഥലമായിരുന്നു ഫുള്ള്. ഇപ്പം നിങ്ങൾ കണ്ട ഫുള്ള് ഈ പ്രദേശം മൊത്തം ഇതൊരു ചെറുത് മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഈ മൊബൈൽ ഫോണിൽ ഒതുങ്ങുന്ന ചെറിയൊരു സ്ഥലം മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറം വലിയൊരു പ്രദേശം അവരുടെ സ്വന്തമായിരുന്നു. ഇത് നിങ്ങൾ കാണേണ്ട ഒരു സംഭവം തന്നെയല്ലേ. നമ്മളിപ്പോൾ ഒരു 4 സെൻറ്റ് ഭൂമി വാങ്ങാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടല്ലേ. അതെ അതെ അതെ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു പ്രദേശം ഒത്തൊരു കാലം. അത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 10 രൂപ അന്നത്തെ വെച്ചാൽ 50 പൈസയൊക്കെ ആയിരിക്കും. അതെ അതെ അതെ. അപ്പോൾ ആ വിലയ്ക്ക് 50 പൈസയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, അതാണ് രാധയുടെ നമ്മൾ വളരെ ചെറിയ പൈസക്കാണ് ഇത് കൊടുത്തുള്ളത് അല്ലേ. അത് നെൽപ്പാടങ്ങളായിരുന്നു. ഇതിലൊരു ഓർമ്മയുണ്ട്, ഇതിൽ ബിരിയാണീൻ്റെ അരി, ഇവിടെ ഫസ്റ്റ് ബിരിയാണീൻ്റെ അരി കുത്തിയിട്ട് വീടാ. ആണോ? ഈ ഫസ്റ്റ് പേര് ഈ കണ്ടത്തിലുള്ളവർ അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ചെറുപ്പത്തിലാകുമ്പോൾ ബിരിയാണി അരി ഇതിലുണ്ടായിരുന്നു. നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ